മുറ്റത്തൂടെ വെറുതെ നടക്കുമ്പോൾ എൻ്റെ കണ്ണിപ്പെടാറുള്ളൊരു സ്ഥിരം ഐറ്റമാണ് ഈ ഉണക്കക്കമ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉണക്കക്കമ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണക്കക്കമ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റൗണ്ടിലെ ഒരു തടിയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ മോൾഡിറ്റ് എടുത്തിട്ടുണ്ട്, ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുള്ളിക്കമ്പ് നമ്മൾക്ക് ഈ റൗണ്ടിലെ ഇതിനകത്തേക്ക് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഓൾറെഡി ചുള്ളിക്കമ്പ് വെച്ചിട്ട് വേറെയും ക്രാഫ്റ്റ് വർക്കുകൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിത് മോൾഡിറ്റ് രണ്ടും ഈക്വൽ അളവിലെടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പൗഡർ ഉണ്ടല്ലോ, നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് നമ്മൾ ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദേ ഉരുട്ടി ഈ ഒരു ഷേപ്പിലാക്കി ഒരു ചെടിയുടെ വള്ളി പോലെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല. എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ മോൾഡിറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഇത് പെട്ടെന്ന് സെറ്റായി പോകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് എടുത്തിട്ട് മിക്സ് ചെയ്യരുത്, കുറച്ച് മാത്രം ആദ്യം എടുത്ത് മിക്സ് ചെയ്യുക. അതിന് ശേഷം വേണം ബാക്കിയും കൂടെ എടുത്ത് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി പോകും, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോൾഡിറ്റിൻ്റെ ഒരു ഒറ്റ പാക്കറ്റ് മതി ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ കമ്പ് ഇതിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇപ്പോൾ അത് ചെറുതായിട്ട് ഒട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാനത് അരമണിക്കൂർ ആവുന്നതിന് മുമ്പ് അത് എടുത്തിട്ടാണ് ഞാൻ ഈ വള്ളി ഫസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം ഞാനത് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആ ഒരു ഇതൊക്കെ നമ്മൾ ചുറ്റി വെക്കുന്നത്. അപ്പം നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കൊച്ചു കൂട്ടുകാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു വർക്കാണ്. വലിയ ചിലവൊന്നും ഇതിന് വരത്തില്ല. ഇപ്പോൾ ഈ റൗണ്ടിൽ ഈ സാധനം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്നില്ല. നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏത് സാധനത്തിൽ വേണമെങ്കിലും നമുക്കിത് ബേസായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഈ തടിയുടെ സാധനങ്ങളൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ റൗണ്ടിലെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതെടുത്താലും മതിയാവും. എൻ്റെ കയ്യിൽ ഇത് ഇരുന്നത് കൊണ്ട് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ വള്ളിയൊക്കെ ഒന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇല ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ റോസയുടെ ഇല തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊക്കെ പ്രത്യേകം എന്താ പറയുക, മറ്റേ അച്ചു പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ഇവിടെ നമ്മുടെ മോൾഡിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ രീതിയിലൊന്ന് പരത്തി എടുത്തിട്ട് നമ്മുടെ ഈ ഒറിജിനൽ ഇല തന്നെ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഷേപ്പിൽ നമ്മൾ ബ്ലേഡോ പിച്ചത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റോസിൻ്റെ ഇല തന്നെ എടുക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന ഏത് ഇല വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഇലയുടെ നമ്മളിത് ലാസ്റ്റ് നമ്മൾ ഫൈനൽ കളർ ചെയ്യും. അപ്പോൾ ആ ഇലയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഇലയുടെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഇല എടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ, അതായത് ഈ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളതൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിത് ഞാൻ ഇവിടെ ബ്ലേഡ് വെച്ചിട്ടാണ് ആ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ക്ലേയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമുള്ള കൂട്ടുകാർ എന്തായാലും ഈ ഐറ്റംസൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇനി ക്ലേ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ലീഫിൻ്റെയൊക്കെ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ വെച്ച് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മളൊരു 2-3 ഇലകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ ഒരു ഐഡിയ അനുസരിച്ച് എത്ര ഇലകൾ വേണമെങ്കിലും നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇല, പൂവ്, കായ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എന്തായാലും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എനിക്ക് കുറച്ചധികം ഇലകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഞാൻ എല്ലാ ഇലകളും ഇതേ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മളിത് നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു കമ്പിലേക്ക് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത് ഉണങ്ങുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം നമുക്ക് പശയോ കാര്യങ്ങളോ ഒന്നും ആവശ്യം വരത്തില്ല. കാരണം ഇതേ രീതിയിൽ തന്നെ
നമുക്ക് എടുത്തിട്ട് ആ കമ്പിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഇത് ക്ലേ ആണ്. ക്ലേ സെറ്റായി കഴിയുമ്പോൾ അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും, ഇളകിയൊന്നും പോരത്തില്ല. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ നിങ്ങളിത് കുറച്ച് ഉണങ്ങിയിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും മതിയാവും. നമുക്ക് ഈ ക്ലേ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഒരു അരമണിക്കൂറാണ് നമുക്ക് മാക്സിമം വേണ്ടി വരുന്നത്. അപ്പം ഒരു കാൽ ഭാഗം ഇതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇളക്കിയെടുത്താൽ മതി. മൊത്തവും സെറ്റ് ആവാനിരിക്കേണ്ട, കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഈ രീതിയിൽ ഒന്ന് പൊളിച്ചെടുക്കുക. കാരണം നമ്മളിത് എന്താ പറയുക, ഇല സെറ്റ് ചെയ്ത ഉടനെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പൊളിഞ്ഞു പോവും. അപ്പോൾ അത് ഒന്ന് നോക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതാ ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ല എന്ന് തോന്നുന്നു. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരാം. ഒന്നുമില്ല, നമ്മൾ ആ ഇല ജസ്റ്റ് ആ മരത്തിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നെങ്കിൽ ആ 3 ഇല ഒന്നിച്ചായിട്ട് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ആ കൊമ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആ ഇല ഒട്ടിക്കുന്ന ഭാഗം ഞാൻ ആ ക്യാമറ വെച്ചതിൽ പറ്റിയൊരു തെറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. അതിനകത്ത് ആ ഇല ഒട്ടിക്കുന്ന പോർഷൻ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. വേറെ ഒന്നുമില്ല, നമ്മൾ ഇല ജസ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വള്ളിയുടെ പുറത്തായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ചുറ്റിയിരിക്കുന്ന മോൾഡിറ്റ് തന്നെ വെച്ചിട്ടുള്ള ആ ഒരു വള്ളിയുടെ സൈഡിലായിട്ടാണ് നമ്മൾ ഇലയും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു കായ് എന്നുള്ളൊരു രീതിയിൽ മോൾഡിറ്റ് തന്നെ ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് ആ വള്ളിയുടെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പശയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ. മോൾഡിറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം പശയുടെ ആവശ്യം വരത്തില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇലയും എന്താ പറയുക കായും ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരു കിളിയെ കൂടെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സത്യത്തിൽ കിളിയൊന്നും ഉണ്ടാക്കാൻ വലിയ ധാരണയില്ല. പിന്നെ മോൾഡിറ്റ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ച് നോക്കുന്നതാണ്. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിളിയുടെ ആ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മോൾഡിറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു കുഞ്ഞു കിളിയുടെ ഒരു ഷേപ്പ് എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഒരു കുഞ്ഞു കിളിയുടെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും നമ്മൾ നമ്മുടെ ആ കമ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കിളിയുടെ രൂപം ഞാൻ ജസ്റ്റ് അതൊന്ന് കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ആയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ട്രീയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫെവിക്കോളും കൂടി അതിൻ്റെ താഴത്തൊന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് ആ കിളിയും കൂടെ അതിനകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു വള്ളി പടർത്തി ഇട്ടു, പിന്നെ ഇല വെച്ചു, കായ വെച്ചു, പിന്നെ ഒരു കിളിയെ വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊരു പോരായ്മയായിട്ടുള്ളത് പൂക്കളാണ്. അപ്പോൾ എനിക്ക് സാധാരണയായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന റോസപ്പൂ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇല, പൂവ്, കായൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിനകത്ത് അങ്ങനെ കണക്കൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ നമുക്കിത് ചെയ്തു കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റ പാക്കറ്റ് മോൾഡിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ മാത്രമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നമുക്കിത് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് അത്രയും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ വള്ളിയും ചെടിയും എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു കുഞ്ഞു കിളിയെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഞാനൊരു കുഞ്ഞു കിളിയേയും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കിളിയെ നമുക്ക് ഒരു ഊഞ്ഞാലിൽ സെറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഊഞ്ഞാൽ വെക്കാനായിട്ട്, അതായത് ഈ മരത്തെ തന്നെ ഒരു ഊഞ്ഞാൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുഞ്ഞി തടിയുടെ കഷ്ണം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതായി ഈ ത്രെഡ് ഉപയോഗിച്ച് അത് നമ്മുടെ ഇതിൻ്റെ കൊമ്പയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ തടിയിൽ ബ്ലാക്ക് കളറിലെ മെറ്റാലിക് കളറാണ് അടിച്ചിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും അടിക്കാം. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ കിളിയെ കൂടെ അതിനകത്തൊന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതാ നമ്മുടെ ട്രീയിൽ ആ ഊഞ്ഞാലും കൂടെ തൂക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവസാന വട്ടമിനുക്ക് പണികളും കൂടെ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഊഞ്ഞാലയിൽ നമ്മുടെ കിളിയും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിനും ഒന്ന് കളർ അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ മരത്തിനും ആ വള്ളിക്കും ഇലയ്ക്കും ഒക്കെ ആയിട്ട് ഒരു ഒലീവ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഊഞ്ഞാലൊക്കെ നല്ല പ്രോപ്പറായിട്ട് ആടുന്നൊക്കെ ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. നന്നായിട്ട് വെറുതെ നോർമലി നമ്മൾ കെട്ടുന്ന രീതിയിലൊന്ന് കെട്ടി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ കിളിക്ക് ഒരു യെല്ലോ കളർ അടിക്കുന്നുണ്ട്. ഞാനൊരു 2 കോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു കുറച്ച് ഗ്ലേസിങ് ഉള്ളൊരു കളറാണ്, മീൻസ് അങ്ങനത്തെ ഒരു പെയിൻ്റാണ്, മെറ്റാലിക് ഇനാമൽ പെയിൻറ്റ് അങ്ങനെയാണ് പറയുന്നത്. അക്രിലിക്ക് തന്നെ കുറച്ച് ഇനാമൽ ഇച്ചിരി ഒരു ഗ്ലേസിങ് കിട്ടുന്നൊരു കളറാണ്. അപ്പോൾ അത് എനിക്ക് നോർമലി അടിക്കുന്ന പെയിൻറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ കളറാണ് ഇപ്പോൾ നിലവിലിവിടെ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൂവിന് ഞാനൊരു പിങ്ക് കളറാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കായ്ക്ക് ബ്ലൂ കളറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു വർക്കും കൂടെയാണിത്. കണ്ടോ? നിങ്ങൾക്കിത് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു ക്യൂട്ടായിട്ട് നമുക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടം തോന്നുന്നൊരു വർക്കും കൂടെയാണിത്. അപ്പം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ ഷോക്കേസിലൊക്കെ ഓരോ ഐറ്റംസ് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസയൊന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയവും ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വർക്കും കൂടെയാണ്. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു.